മാങ്ങ സീസൺ ആയതുകൊണ്ട് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പി നോക്കാം. അതിനുവേണ്ടി അധികം പുളിയില്ലാത്ത മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഉപ്പ് ചേർത്ത് 2-3 മണിക്കൂർ മാറ്റി വയ്ക്കുക. ശേഷം എണ്ണ ചൂടായി വരുന്ന സമയത്ത് 1 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുത്തതിന് ശേഷം 3 ടീസ്പൂൺ കടുകാണ് ചേർത്ത് കൊടുക്കുന്നത്. ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഈ കറിവേപ്പില ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ അരച്ച പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. ഇത് നന്നായിട്ട് മൂത്ത് വരുന്നവരെ വെയിറ്റ് ചെയ്യണം. അതിനുശേഷം ഞാനിതിലേക്ക് 6 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ ഉലുവ, കടുക് വറുത്ത് പൊടിച്ചത് എന്നിവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള കായപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കായപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വിനാഗിരി ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ആ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആദ്യം മാങ്ങയിൽ ഉപ്പിട്ടത് കൊണ്ട് തന്നെ വളരെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ശേഷം നമുക്ക് ആദ്യം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങ ഇതിലേക്ക് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടി 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഈസി ആയിട്ടുള്ള മാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.